കരുണാകരന് ഈ എതിരാളികളെ നിഷ്പ്രഭരാക്കാനും തകർത്ത് തരിപ്പണമാക്കാനും വലിയ കഴിവുണ്ട്. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ആടിക്കുലുങ്ങിയുള്ള പ്രസംഗം അത് നിയമസഭാംഗങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. അന്ന് ഈ TV ചാനലൊക്കെ വരണക്ക് തൊട്ടു മുമ്പുള്ള സമയം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെങ്ങനെ പൊട്ടിച്ച് കരുണാകരൻ നേർ വിപരീത ദിശയിൽ ഇങ്ങനെ പിടിക്കുക. അത് കാണുമ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ചിരിക്കും എന്നുള്ള അവസ്ഥയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ VS തന്നെ മനസ്സിലാക്കി ഇത് ആളുകൾ നമ്മളെ പരിഹസിക്കുകയാണ്. അപ്പോൾ പുള്ളി അത് തിരുത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം പുള്ളി പതിവില്ലാത്ത ഗൗരവത്തോടെ നിയമസഭയിൽ വന്ന് സംസാരം പതിവ് ശൈലിയിൽ നിന്ന് മാറ്റി. ഇതുപോലെ വിദ്വാൻമാരടങ്ങുന്ന സഭയിൽ അല്ല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചെറുപ്പകാലം മുതൽക്ക് പ്രവർത്തിച്ചതും പരിചയിച്ചതും ആലപ്പുഴയിലെ പാവപ്പെട്ട ഈ കയർ തൊഴിലാളികൾക്കും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കും മധ്യത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് രസിക്കുന്ന രീതിയിൽ, അവർക്ക് രുചിക്കുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഇതുപോലെ വിദ്വാൻമാരടങ്ങുന്ന പണ്ഡിതന്മാരിരിക്കുന്ന സഭയിൽ എൻ്റെ സംസാരം ചിലർക്കെങ്കിലും ഒക്കെ അരോചകമായി തോന്നുന്നുണ്ടാകാം. ഇനിമേലിൽ ഇവിടെ സംസാരിക്കുമ്പോൾ ഈ സഭയുടെ അന്തസ്സിനും കുലീനതയ്ക്കും ഇണങ്ങുന്ന രീതിയിൽ സംസാരിക്കാൻ പരിശ്രമിക്കാം. അവിടെ എത്തിയപ്പോൾ പുള്ളിയുടെ പിടുത്തം വിട്ടുപോയി. പൊതുവെ തമാശ പറയുന്ന ആളല്ല സഖാവ് ചന്ദ്രപ്പൻ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചിരിച്ച് പുള്ളി അത് ഓർത്തോർത്ത് ചിരിക്കരുത്. കാരണം VS ഒരു പരിധിവരെ പിടിച്ചെത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ സാക്ഷാൽ VS അകത്തുള്ള ഒറിജിനൽ VS പുറത്തേക്ക് വരും. അന്നാണ് പുള്ളി പറയുന്നത് ഈ 5 കൊല്ലം നിയമസഭാംഗം വരുന്നപ്പോൾ അത്രയും വിനോദകരമായൊരു രംഗം ഉണ്ടായിരുന്നില്ല. കരുണാകരനല്ല, അവിടെ വാച്ച് ആൻഡ് വാർഡുകാർ വരെ തലകുത്തിന്ന് ചിരിച്ചു എന്നത്. Subscribe and follow me.